അപൂർവമായി മാത്രം കാണാറുള്ള നമ്മുടെ സംസ്ഥാന പക്ഷി മലമുഴക്കി വേഴാമ്പലിനെ ടൗണിൽ കണ്ടാൽ എന്താ ചെയ്യുക? അത്തരമൊരു സുന്ദര അനുഭവത്തിന്റെ ഹാങ് ഓവറിലാണ് കൊച്ചി എടവനക്കാട് ഒരു കൂട്ടം പേർ. സന്ദീപ് സെൻ, TS ശരത് എന്നിവർ പകർത്തിയ മലമുഴക്കി വേഴാമ്പലിന്റെ സുന്ദര ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം. വംശനാശ ഭീഷണി നേരിടുന്ന മലമുഴക്കി വേഴാമ്പലിനെ സാധാരണ മഴക്കാടുകളിലും മറ്റുമൊക്കെയാണ് കാണാറ്. ആ പക്ഷിയാണ് കൊച്ചിയിൽ വിരുന്നെത്തിയത്. എടവനക്കാട് ഭാഗത്ത് വെച്ചാണ് പക്ഷിയെ കണ്ടത്. അതിൻ്റെ ഒരു കൗതുകത്തിലാണ് ഏവരും. സംസ്ഥാന പക്ഷിയാണ് നമ്മുടെ. സംസ്ഥാന പക്ഷിയാണ്. ആദ്യമായിട്ട് കണ്ടപ്പോൾ എന്ത് തോന്നി? ആദ്യമായി കണ്ടപ്പോൾ വളരെ സന്തോഷമാണ് തോന്നിയത്. കാരണം നമ്മൾ ഈ പക്ഷിയെ അന്വേഷിച്ച് മഴക്കാടുകളിൽ പോകാറാണ് പതിവ്. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിലും കൂടി ഞങ്ങൾ പോയുള്ളൂ. അപ്പോൾ ഇത് വൈപ്പിങ്കരയിൽ ആദ്യമായി വന്ന് കണ്ടതിൻ്റെ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. രാവിലെ ഞാൻ വീട്ടിലിരിക്കുമ്പോൾ ഒരു സുഹൃത്ത് തന്നെ വിളിച്ച് പറയണ ചെയ്തത് അവിടെ എന്തൊരു പ്രത്യേക തരം പക്ഷി വന്നിട്ടുണ്ട്, അതെന്താണെന്ന് അറിയില്ല, അപ്പോൾ ഒന്ന് നോക്കൂ എന്ന് പറയാനാണ്. അപ്പോൾ ഞാനപ്പോൾ തന്നെ വണ്ടിയെടുത്ത് ക്യാമറയും എടുത്ത് ചെന്നപ്പോഴാണ് ഇത് മലമുഴക്കി വേഴാമ്പലാണെന്ന് അറിയുന്നത്. എട്ടിപ്പോയി. കാരണം അന്വേഷിച്ച് ഒരുപാട് സ്ഥലത്ത് നടന്നപ്പോൾ നമ്മളെ തേടി ഇങ്ങോട്ട് വന്ന പോലെ, നമ്മളെ തേടി വന്ന പോലെ തന്നെ അതിൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമായിരുന്നു. അപ്പോൾ തന്നെ നമ്മൾ സുഹൃത്തുക്കളെയൊക്കെ വിളിച്ചു, ഇങ്ങനൊരു സാധനം ഇവിടെ വന്നിട്ടുണ്ട്, നമ്മൾ അന്വേഷിച്ച് കിടക്കുന്ന പക്ഷി നമ്മളെ തേടി നമ്മുടെ നാട്ടിലെത്തിയിട്ടുണ്ടെന്നുള്ള കൗതുകരമായൊരു സംഭവം നമ്മളെല്ലാവരും അറിയിക്കുകയും നമ്മൾ പടം എടുക്കുകയും ചെയ്തിരുന്നത്. കുറേ അധികം സമയം അത് ഒരു 3 മണി വരെ, രാവിലെ തുടങ്ങി 3 മണി വരെ അവിടെ കണ്ടിരുന്നു. പിന്നീട് അത് കുറച്ചങ്ങോട്ട് ദൂരമൊക്കെ പറന്നു പോയി. തീറ്റ എടുക്കുന്നുണ്ട്. അവിടെ ഒരു പനയുടെ ഒരു കായാണ് അത് തിന്നുന്നത്. പിന്നെ തെങ്ങിൻ്റെ ഓലയിൽ പുഴുക്കളുണ്ടെങ്കിൽ അതാണ് കൊത്തി തിന്നുന്നത്. ഇത് പൊതുവെ അത്തി പോലെയുള്ള മരങ്ങളുടെ കായാണ് ഇത് ഭക്ഷിക്കുന്നത്. ഇതിൻ്റെ ഭക്ഷ്യക്ഷാമം ഒരു പ്രശ്നമാണ്. ഇതിങ്ങനെ സർവൈവ് ചെയ്ത് വരും എന്ന് നമുക്കറിയാൻ പാടില്ല. കാരണം ഇവിടെ അതിനുള്ള ഭക്ഷ്യലഭ്യത ഉണ്ടോ എന്നുള്ളൊരു പ്രശ്നം കൂടി നിലനിൽക്കുന്നുണ്ട്. ഒരുപാട് പേര് കൂടിയല്ലേ ഈ പക്ഷിയെ കണ്ടപ്പോൾ? ഇതൊരു ആൾക്കാർക്ക് വളരെ കൗതുകരമായി തോന്നിയിരുന്നു. എല്ലാ ആൾക്കാരും, പല സ്ഥലത്തു നിന്നുള്ള ആൾക്കാർ വന്നിട്ട് എന്താണ് പക്ഷി എന്നുള്ള ഒരു കൗതുകം ഭയങ്കരമായിരുന്നു. പൊതുവേ ഇത് ഒറ്റക്കങ്ങനെ സഞ്ചരിക്കുന്ന ഒരു പക്ഷിയല്ല. അതുമാത്രമല്ല, ഒറ്റപ്പറക്കലിന് ഒരു 4-5 കിലോമീറ്റർ കൂടുതൽ പറന്ന് വരാറുമില്ല. ഏറ്റവും അടുത്ത് കാണുന്നത് വാഴച്ചാൽ, നെല്ലിയാമ്പതി ഭാഗങ്ങളിലാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ പൊതുവെ കാണുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഒറ്റപ്പെട്ട് പോകുന്നതാവണം. അപ്പോൾ അതിൻ്റെ ഒരു പെൺപക്ഷി കൂടി ഉണ്ടാവേണ്ടതാണ്. അതിനെ കാണുന്നില്ല. മനസ്സ് നിറച്ചു എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം നമ്മൾ എല്ലാ ആഴ്ചയിലും നമ്മൾ നെല്ലിയാമ്പതിക്ക് വേഴാമ്പലിൻ്റെ പടം എടുക്കാൻ പോകാമെന്നുള്ളതാണ് ഞങ്ങൾ സുഹൃത്തുക്കൾ തമ്മിലുള്ള എപ്പോഴും ചർച്ചകൾ. വളരെ ക്ലോസ് ആയിട്ട് കാണുകയും ചെയ്തു. അതുമാത്രമല്ല, നല്ല വലിപ്പമുള്ള ഒരു വേഴാമ്പലും കൂടിയായിരുന്നു. എന്തായാലും ആ പക്ഷിയെ കണ്ടതിൻ്റെ ത്രില്ലിലാണ് ഇവർ ഒക്കെ തന്നെ ഒരു വിരുന്നെത്തിയത്. വലിയ സന്തോഷകരമായിട്ടുള്ളൊരു അവസ്ഥയിലേക്ക് ഇവരെയൊക്കെ കൊണ്ട് എത്തിച്ചിരിക്കുകയാണ്. സാധാരണ അപൂർവമായിട്ടാണ് കാണാറ്. അങ്ങനെ അപൂർവമായിട്ട് കാണുന്നൊരു പക്ഷിയെ കൊച്ചിയിൽ സ്വന്തം സ്ഥലത്ത് തന്നെ കണ്ടതിൻ്റെ ഒരു ആഹ്ലാദത്തിലാണ് ഇവരൊക്കെ തന്നെ. ക്യാമറമാൻ ബിനു തോമസിനൊപ്പം എസ് രാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.